പത്രമാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന നിലയിൽ നടത്താൻ വേണ്ടി നിശ്ചയിച്ചത്. അതിലൊന്ന്, കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ സമ്പൂർണ്ണമായി താളം തെറ്റുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഞാനതിൻ്റെ ചരിത്രമൊന്നും വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ചകൾക്ക് വിധേയമാണത്. ഇടക്കാലത്ത് കേരളത്തെ ബാധിച്ചിട്ടുള്ള വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാഥമികമായ നടപടികൾക്കൊന്ന് അവസരം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് വിപുലമായിട്ടുള്ള ചർച്ചാ ഘട്ടത്തിൽ കൊണ്ടുവരാൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1969 റീസർവേ നടപടികൾ ആരംഭിക്കുന്നത്. 2021 ഗവൺമെൻറ് വന്ന് 50 വർഷക്കാലം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ആധികാരികമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോൾ 55% മാത്രമാണ് റീസർവേ നടപടികൾ പൂർത്തീകരിച്ചത്. എന്ന് മാത്രമല്ല, വലിയ അളവിൽ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട എല്ലാവരും കേസുകളും നിലനിന്നിരുന്നു. 55 വർഷക്കാലം കൊണ്ട് 55% റീസർവേ നടപടികൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷം 1% നടപടികൾ മാത്രമേ നടന്നിട്ടുള്ളൂ. 1996 ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ നിലവിൽ വന്നു. അതിനു മുമ്പ് വളരെ ശ്രമകരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ചെയിൻ വിലച്ചടയാളപ്പെടുത്തിയത് 96 ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന ETS നിലവിൽ വന്നതിന് ശേഷം 15 കൊല്ലം കഴിഞ്ഞിട്ട് 116 വില്ലേജുകൾ മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഘട്ടത്തിലാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ നിന്ന് പണം അനുവദിച്ച് കേരളത്തിൽ കണ്ടിന്യൂവസ്ലി ഓപ്പറേറ്റിംഗ് റെഫറൻസ് സ്റ്റേഷൻ എന്ന കോഴ്സിൻ്റെ പിന്തുണയോടുകൂടി സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള അളവ് മാനദണ്ഡങ്ങളായിട്ടുള്ള RTK റോവറും റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനും റഗ്ഡ് ടാബുകളും എല്ലാം ഉപയോഗപ്പെടുത്തി വളരെ വിപുലമായിട്ടുള്ള കരാർ ജീവനക്കാരുടെ കൂടി പിന്തുണയോടെ സഹകരണത്തോടെ കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ നടപടികൾ സമ്പൂർണ്ണമായിട്ടുള്ള 116 വില്ലേജുകൾ ഒഴിച്ച് 1550 വില്ലേജുകളും ഡിജിറ്റലായി നടത്താൻ കഴിയുന്ന വിധത്തിൽ നടത്തണമെന്ന് തീരുമാനിച്ചു. ഞാനതിനൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. 23 ഡിജിറ്റൽ റീസർവേ ഏതാണ്ട് അതിൻ്റെ ഫുൾ ഫ്ലഡ്ജിലേക്ക് കടന്നത്. 3 വർഷക്കാലത്തിനിടയിൽ 839 വില്ലേജുകളിൽ അതിൻ്റെ പ്രാഥമികമായ റെക്കോർഡിക്കലായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 600 വില്ലേജുകളിൽ ഫീൽഡിൽ സർവേ നടപടികൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ പുതിയതുപോലെ പറഞ്ഞതുപോലെ 251 വില്ലേജുകളിൽ സർവേ നടപടികൾ തർക്കങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചു പരിഹരിച്ച് 251 വില്ലേജുകളിൽ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ടിൻ്റെ 13(1) പ്രകാരം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് റവന്യൂ വകുപ്പിന് കൈമാറി. അതിനു പുറമെ 134 വില്ലേജുകളിൽ കൂടി ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 9(2) പൂർത്തീകരിച്ചു. ഈ റവന്യൂ രേഖകളായി സർവേ പൂർത്തീകരിച്ച എല്ലാ ഇടങ്ങളിലും കേരളത്തിലെ ഇന്ത്യക്ക് തന്നെ മാതൃകയായി രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഇമാപ്പും കൂട്ടിച്ചേർത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി എൻ്റെ ഭൂമി എന്ന പേരിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ നിലവിൽ വന്നു. ഒരു ചെറിയ കാര്യമല്ല. ഒരു ഭൂമി രജിസ്ട്രേഷൻ നടത്തി കൈമാറുമ്പോൾ ഈ 3 വകുപ്പുകളിൽ നിന്നും ലഭ്യമാകേണ്ട എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കുടിക്കട ഉൾപ്പെടെ അതിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ആക്ഷേപങ്ങളടക്കം അത് എത്ര കാലമായി നികുതി അടച്ചു എന്ന വിവരമടക്കം ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ ഉൾപ്പെടെ ഭൂമിയുടെ നിലം അതോ പുരയിടമാണോ എന്ന തരവും ഇനവും ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഭൂമി മേടിക്കുമ്പോൾ തന്നെ ഒരു തർക്കവുമില്ലാത്ത ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ നിലവിൽ വന്നു. കേരളത്തിൽ റവന്യൂ ഭൂമി എന്ന് പലവിധത്തിലുള്ള തർക്കങ്ങൾക്കിടയിലും വനം തന്നെ സമ്മതിക്കുന്നത് 28 ലക്ഷം ഹെക്ടർ ഭൂമിയാണ്. അതിൽ 10,62,000 ഹെക്ടർ ഭൂമി ഇതിനകം സർവേ നടപടികൾ പൂർത്തീകരിച്ചു. കേരളത്തിലെ ആകെ ലാൻഡ് പാഴ്സലുകളിൽ 73.67 ലക്ഷം ലാൻഡ് പാഴ്സലുകളും പൂർത്തീകരിച്ചു. കേവലം ഭൂമിയുടെ അളവെടുക്കുക മാത്രമല്ല, ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലൊരു നിയമനിർമ്മാണം തന്നെ കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ തവണ നടത്തുകയുണ്ടായി. ഗവർണർ ഒപ്പിട്ടിട്ടില്ല. എന്താണ് പ്രശ്നമെന്ന് ഗവർണർക്ക് മാത്രമേ അറിയുള്ളൂ. അതായത് 10 സെൻറ്റ് ഭൂമി നമ്മുടെ കൈവശത്തിൽ തർക്കരഹിതമായി ഏതെങ്കിലും വിധത്തിൽ സർക്കാരിൻ്റെ അതിരു പങ്കിടാത്ത വിധത്തിൽ കൃത്യമായി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലൊരു കേസും നിലനിൽക്കുന്നില്ലെങ്കിൽ അളന്നാൽ 10 സെൻറ്റ് 12 സെൻറ്റായി അധികമായി കണ്ടാൽ അധികമായി വരുന്ന സ്വകാര്യ ഭൂമി ക്രമവൽക്കരിക്കാനുള്ള അവസരം ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ട്
കേരളത്തിൽ ഏറ്റവും ആദ്യം 57-ലെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഐക്യ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സെറ്റിൽമെൻറ്റ് ആക്റ്റും കേരളം പാസ്സാക്കി. കേരളത്തിൻ്റെ നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കി. ഇതിനൊരു ലക്ഷ്യം നാം പ്രിസംറ്റീവ് ടൈറ്റിലിൽ നിന്ന് കൺക്ലൂസീവായ ടൈറ്റിലിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനൊരു വഴി, അതിർത്തി തർക്കങ്ങളില്ലാത്ത, ഭൂമി വിൽക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു ആധികാരികമായ ഡിജിറ്റലായി ഭൂരേഖകൾ ഉണ്ടാക്കുക എന്ന ശ്രമത്തിനാണ് നമ്മൾ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചത്. ഇത് വരുന്നതോടുകൂടി നിരവധി പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കപ്പെടും. ഇതൊരു വകുപ്പിന് മാത്രമല്ല, എല്ലാ വകുപ്പിൻ്റെയും ഭാഗമായി എല്ലാ വകുപ്പുകളും വിവിധ സർവേകൾ നടത്തി രേഖപ്പെടുത്തേണ്ട എല്ലാ മാറ്ററുകളും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ നടത്തുന്നത് സർവേ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും പോലീസും പരിസ്ഥിതി വകുപ്പും കൃഷി വകുപ്പും അടക്കം കേരളത്തിലെ എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അതിൽ നിന്ന് ലഭ്യമാണ്. ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി ഒരു കഡസ്ട്രൽ മാപ്പ് ഇതിലൂടെ ലഭ്യമാകുമെന്നുള്ളത് കൊണ്ട് ദുരന്ത സാധ്യത മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ ഭാഗമായി എടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതുപോലെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അധിക സർവേയർമാരെ തന്നെ നിയോഗിക്കാതെ ഏതാണ്ട് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ഇതിൻ്റെ അതിരടയാളങ്ങൾ മാത്രം എടുത്താൽ ആവശ്യമായിട്ടുള്ള വൻകിട പദ്ധതികൾക്കോ റോഡ് എടുക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള സ്കെച്ചും പ്ലാനും ലൊക്കേഷനും ഫീൽഡിൽ ആള് പോകാതെ തന്നെ ഈ രേഖകളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സുതാര്യമായിട്ടുള്ള ബിസിനസ് അന്തരീക്ഷം, അതിൻ്റെ തർക്കമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അത് വരാൻ പോകുന്നത് കപ്പൽ ഫാക്ടറി ആകട്ടെ, ബോട്ട് ഫാക്ടറി ആകട്ടെ, തള്ളലാകട്ടെ, എന്തായാലും ഏത് വ്യവസായം വന്നാലും ആ വ്യവസായത്തിന് ഭൂമി ബന്ധമായിട്ടുള്ള സന്ദേഹങ്ങൾ ഒന്നുമില്ലാതെ നമ്മുടെ ഡിജിറ്റൽ രംഗത്ത് ലഭ്യമാക്കാൻ കഴിയുന്ന അപൂർവമായിട്ടുള്ളൊരു അവസരമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പഠിക്കാൻ 12ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾ വന്നൊരു അനുഭവം നമുക്കുണ്ടായി. ഇവിടെ കോവളത്ത് വെച്ച് ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്ത് കൊടുത്തുകൊണ്ട് നാം നടത്തിയ ഒരു നാഷണൽ കോൺക്ലേവിൽ 23 സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. DOLR എന്ന കേന്ദ്ര ഭൂവിഭവ വകുപ്പിൻ്റെ സെക്രട്ടറി തന്നെ നേരിൽ പങ്കാളിയായി. നമ്മുടെ സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യയുടെ IG തന്നെ ദിവസങ്ങളോളം അതിനുവേണ്ടി ഇവിടെ എത്തി. അവർ പറഞ്ഞു എൻഡ് ടു എൻഡ് എന്ന് പറയുന്ന വിധത്തിൽ ആരംഭം മുതൽ അവസാനം വരെ ഭൂരേഖകളുടെ സമ്പൂർണ്ണത ലഭ്യമാകുന്ന ഏക ഒരു സംവിധാനമായിട്ട് ഈ സംവിധാനം മാറുകയാണ്. എന്താണിപ്പോൾ അതിങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് നിർത്തലാക്കുകയാണ് എന്നാണ് പച്ച മലയാളം. കാരണം കേരളത്തിലുള്ള ഏതാണ്ട് 4000-ഓളം കരാർ ജീവനക്കാരെ പൂർണ്ണമായും പിരിച്ചുവിട്ടു. അതിനുവേണ്ടി കേരളത്തിലുള്ള എല്ലാ ഓഫീസുകളും പൂട്ടിയടക്കി. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നുണ്ട് ഡിജിറ്റൽ റീസർവേ ഞങ്ങൾ നടപ്പിലാക്കും. എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോവുക? ഡിജിറ്റൽ റീസർവേക്ക് കേരളത്തിൻ്റെ സ്ഥിരം സർവേയർമാർ ആകെയുള്ളത് 1000 ആണ്. അതിൽ 500 പേരെ എല്ലാവരും പ്രക്രിയയ്ക്ക് മാത്രം വേണം. ബാക്കി 500 പേരെ വെച്ച് ഈ പറയുന്ന ഇപ്പോൾ പൂർത്തിയാക്കപ്പെട്ടതിൻ്റെ ബാക്കി വരുന്ന വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ നടക്കില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ അത് നിർത്തുകയാണ്. 4 മാസക്കാലത്തെ ശമ്പളം പോലും കൊടുക്കാതെ വളരെ പാവപ്പെട്ട സാധാരണക്കാരായ മഹാഭൂരിപക്ഷം സ്ത്രീകൾ കൂടി പങ്കാളിയാകുന്ന ഒരു സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺട്രാക്ടർ സ്റ്റാഫായി ഇത് കഴിയും വരെ നിയമിച്ച സർവേ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർക്ക് ഏതെങ്കിലും ഇന്ദിരാ ഗ്യാരണ്ടികളില്ലാതെ അവരെ പിരിച്ചുവിടുക എന്ന ദയനീയതയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിൽ നിർത്തണം എന്നാഗ്രഹിക്കുന്ന വിഭാഗം ഭൂമാഫിയകളാണ്. അവർക്കൊരു കയ്യും കണക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയും ഇല്ലാതെ വളരെ ഈസിയായി ഈ തട്ടിപ്പുകൾ പിടിക്കാൻ പറ്റുന്ന ഗൗരവമായിട്ടുള്ള സംവിധാനത്തിൻ്റെ തകർക്കലോടുകൂടി അവരാവശ്യപ്പെടുന്നത് കിട്ടും. കാരണം ഭൂമി രജിസ്ട്രേഷനും റവന്യൂവും സർവേയും ഒറ്റ പോർട്ടലിൽ രേഖപ്പെടുത്തിയാൽ രജിസ്ട്രേഷൻ നടത്തുമ്പോഴേ മനസ്സിലാക്കും, ഒരു ആധാരം മനസ്സിലാക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ അപകടങ്ങൾ എവിടെയാണ്. ഇതങ്ങ് വിട്ടുപോയാൽ ഇതില്ലാത്ത പഴയതുപോലെ പട്ടയം എവിടെയാണെന്ന് കാണാത്ത, ഭൂമി എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റാത്ത അതിർത്തി തർക്കങ്ങളുള്ളൊരു കേരളത്തിലേക്ക് പോകും. പണമില്ല എന്നതാണ് പ്രധാനമായും പറയുന്ന പ്രശ്നം. പണം കിട്ടാൻ എത്രയേറെ മാർഗങ്ങളാണുള്ളത്. ഇത് കണ്ടുപോയി അർബൻ വില്ലേജുകളിൽ 10 പൂർത്തീകരിച്ചതിൻ്റെ സമ്മാനമായി കേന്ദ്ര ഗവൺമെൻറ് 105 കോടി രൂപ കേരളത്തിന് നൽകി. ആ 105 കോടി രൂപയിൽ 15 കോടി രൂപ മാത്രമാണ് ഇപ്പോൾ സർവേ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 90 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ. അത് അവിടെ ആവശ്യമായ സൗകര്യങ്ങളോടുകൂടി ഇരിക്കുകയല്ലേ. 33 മുനിസിപ്പാലിറ്റികളിൽ അതിവേഗം രേഖകൾ തയ്യാറാക്കിയതിൻ്റെ
ഡോക്യുമെന്റ് ഹാജരാക്കിയാൽ നക്ഷ പ്രോജക്റ്റിൽ പെടുത്തി 334 കോടി രൂപ കേരളത്തിന് നൽകാം എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വാഗ്ദാനം നിലനിൽക്കുകയാണല്ലോ. കേന്ദ്ര ധനസഹായവും ഡിജിറ്റൽ സർവേ രേഖകൾ വിവിധ സർക്കാർ വകുപ്പുകളിലും വികസന പദ്ധതികളിലും ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം കൂടി എടുത്താൽ ഈ നടപടികൾ പൂർത്തീകരിക്കാൻ ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല. ഒരു കാര്യം ഉറപ്പാണ്, ചരിത്രപരമായിട്ടുള്ളൊരു മിഷൻ മോഡ് പദ്ധതി കൊണ്ടല്ലാതെ ലോ സ്കെയിലിൽ ഇപ്പോൾ ആവശ്യമായ സർവേയർമാരില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേരളത്തിന്റെ നിയമസഭയിലും പത്രമാധ്യമ സുഹൃത്തുക്കളോടും പറയുന്ന സർവേ രംഗത്ത് നിലവിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖാന്തരം എടുത്ത് കഴിഞ്ഞ ഏതാണ്ട് 2 വർഷക്കാലത്തെ അനുഭവ പാരമ്പര്യത്തിലൂടെ അതിവേഗം നടത്താൻ പറ്റുന്ന കോൺട്രാക്ടർമാരുടെയും ഓഫീസുകളുടെയും കെട്ടുകെട്ടിക്കുന്നതിലൂടെ തത്വത്തിൽ ഈ പദ്ധതിയെ പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ധാരാളമായിട്ടുള്ള സാസ്കി ഫണ്ടിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകാൻ കഴിയുന്ന വിധത്തിൽ ഏതാണ്ട് വലിയൊരു തുക സാസ്കി ഫണ്ട് മുഖാന്തരം കേരളത്തിന് ലഭ്യമാക്കാം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 360 കോടി രൂപയുടെ സാസ്കി ഇൻസെന്റീവാണ് അതിനുവേണ്ടി കേരളത്തിൽ തരാം എന്ന് നിശ്ചയിച്ചത്. കേരളം ഒരു വർഷം 100 കോടി രൂപ ചെലവഴിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സബ്സിഡികൾ സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യയും DOLRന്റെ സെക്രട്ടറി മനോജ് ജോഷി IAS നേരിട്ട് രേഖാമൂലം കേരളത്തെ അനുവദിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങളും കിട്ടിയാൽ അതിവേഗം ഇത് പൂർത്തീകരിക്കാൻ പറ്റും. അല്ലെങ്കിലോ ഏതാണ്ട് 200-ലധികം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ പർച്ചേസ് സംവിധാനങ്ങളിലൂടെ മേടിച്ചിട്ടുള്ള RTK റോവർ മെഷീനുകൾ, റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനുകൾ, നമ്മുടെ റഗ്ഡ് ടാബുകൾ, ഏത് പകൽ വെളിച്ചത്തിലും കൃത്യമായി രേഖ കിട്ടാവുന്ന റഗ്ഡ് ടാബുകൾ, കോർസിന്റെ 27 സ്റ്റേഷനുകൾ, ഇതെല്ലാം എന്നേക്കുമായി ഇല്ലാതാക്കുന്ന നടപടിക്ക് ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് ആരുപദേശിച്ചാലും അതിലേക്ക് പോകരുത്. കേരളത്തിലെ ഭൂമാഫിയയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിതി മാത്രമേ ഇതുകൊണ്ടുണ്ടാക്കൂ. താൽക്കാലികമായി പേര് പറയാൻ വേണ്ടി റീസർവേ തുടരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിടത്തും എത്താത്ത സർവേ നടപടികളായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ്. അതിവേഗം സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ ഒരു മിഷൻ മോഡിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കേരളത്തിലെ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ കാര്യം കാണിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി, മുൻ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കൂടി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും റവന്യൂ വകുപ്പ് മന്ത്രിയോടും പ്രത്യേക കത്ത് നൽകിക്കൊണ്ട് ഈ കാര്യത്തിന്റെ വിശദാംശങ്ങൾ അവരറിയിക്കും. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന വാക്ക് ഞാൻ പ്രയോഗിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഒരു ചെറിയ പ്രളയ സദൃശ്യമായിട്ടുള്ള അനുഭവം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലൊരു റവന്യൂ വകുപ്പ് ഉണ്ടായിരുന്നു എന്ന് MLA-മാർക്കുൾപ്പെടെ തോന്നാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കുകയാണ്. റവന്യൂ വകുപ്പ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദ്യം ഞങ്ങൾ ചോദിച്ചില്ല. കാരണം ഒരു ദുരന്ത ഘട്ടത്തിൽ അത് ചോദിക്കണ്ട എന്ന് വെച്ചതാണ്. പക്ഷെ ഞങ്ങളെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന്റെ ബഹുമാന്യരായിട്ട് 2 MLA-മാർ ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉണ്ടോ എന്ന ചോദ്യം തന്നെ ചോദിക്കാൻ ഇടയായതായി കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമുക്ക് സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടല്ല. കേരളം 2018 അനുഭവം വെച്ച് കേവലം IMD-യുടെ മാത്രമല്ല, GFS-ഉം IBM വെതറും സ്കൈമെറ്റും ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്ന ഏജൻസികളുടെ പോലും അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നുണ്ട്, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ചില ഘട്ടത്തിൽ മിന്നൽ പ്രളയമൊക്കെ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. മിന്നൽ പ്രളയം എന്ന വാക്ക് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് റെഡിയാക്കിയത് കൊണ്ട് ഞാൻ ആ വാക്ക് തന്നെ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയാവുന്ന ഒരു മിന്നൽ പ്രളയം ഇന്ന് കേരളത്തിലുണ്ടായി എന്ന് പറയപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ നേരിടാൻ എല്ലാ അർത്ഥത്തിലും സജ്ജമാവുക എന്നതല്ലേ നമ്മുടെ ചുമതല. ഞാനിപ്പോൾ സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് ഇറങ്ങുമ്പോഴും TV കാണുകയാണ്, വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനൽ പറയുന്നു, നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെള്ളമില്ല, വെളിച്ചമില്ല, സംവിധാനങ്ങളില്ല, ബാത്റൂം ഇല്ല, ആളുകൾക്ക് മരുന്ന് കിട്ടുന്നില്ല. എന്ത് ഇങ്ങനെ സംവിധാനങ്ങൾ? നിലപാടുകളില്ലാത്തത് കൊണ്ടാണോ? സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി STRF-ൽ നിന്നുള്ള സംഖ്യ പഞ്ചായത്തുകൾക്ക് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്ത സംസ്ഥാനമാണ് ഈ കേരളം. 2019 ക്യാമ്പുകൾ തയ്യാറാക്കാൻ 1 ലക്ഷം രൂപ, എക്യുപ്മെന്റുകൾ മേടിക്കാൻ പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ, ഓരോ വാർഡുകൾക്കും 25,000 രൂപയുടെ പ്രത്യേകമായ സംവിധാനം, കോർപ്പറേഷൻ 5 ലക്ഷം രൂപയുടെ പ്രത്യേകമായ ഒരുക്കങ്ങൾ. ഞങ്ങളൊക്കെ മന്ത്രിമാരായിരിക്കുന്ന കാലത്ത് ജൂൺ മാസത്ത് തന്നെ കേരളത്തിലെ ഏത് കളക്ടറോട് ചോദിച്ചാലും ആ ജില്ലയിലുള്ള ക്യാമ്പ് ഓഫീസുകൾ ഏതൊക്കെ, അവിടെ വെള്ളമുണ്ടോ, വെളിച്ചമുണ്ടോ, ബാത്റൂം ഉണ്ടോ, അതിൻ്റെ ചുമതലക്കാരൻ ആരൊക്കെ,
കൃത്യമായ തീരുമാനം എടുക്കുമല്ലോ. 25,000 രൂപ വീതമുള്ള പഞ്ചായത്ത് വില്ലേജുകൾക്ക് നൽകുന്ന ധനസഹായം ജൂൺ മാസം ആകുമ്പോഴേക്കും നൽകുമല്ലോ. ഈ വിധത്തിൽ എന്തേ ഇതിന് പറ്റിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന എന്നെ അത്ഭുതപ്പെടുത്തി. ഒറീസ മോഡൽ. എന്തിനാണ് ഒറീസ മോഡൽ? വാണിംഗ് സിസ്റ്റം അഥവാ കവചം ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് നടപ്പിലാക്കാൻ തരണം എന്ന് പറഞ്ഞുകൊണ്ട് 6 കത്താണ് ഒറീസ സംസ്ഥാനം കേരളത്തിന് അയച്ചിട്ടുള്ളത്. വാണിംഗ് സിസ്റ്റം, കേരളം നടപ്പിലാക്കിയിട്ടുള്ള വാണിംഗ് സിസ്റ്റം ഞങ്ങൾക്ക് തരണം. ഒറീസയെ മോഡലാക്കുക ചിലപ്പോൾ ഇവാക്വേഷനിലായിരിക്കാം. ഇവാക്വേഷൻ ഒറീസയിൽ നടപ്പിലാക്കുന്നതിൻ്റെ പിന്നിൽ കടലും ആൾതാമസവും തമ്മിൽ 500 മീറ്ററിൻ്റെ വ്യത്യാസമുള്ള ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനമാണ് ഒറീസ. കേരളത്തെ പോലെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നടപടിക്രമങ്ങളിൽ പഞ്ചായത്ത് തല ദുരന്ത ലഘൂകരണ പ്ലാൻ നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിൽ അത് ആവശ്യമായ വിധത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ ചോർത്തിയെടുക്കുന്നൊന്നുമല്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 3000-ഓളം തപാൽ DMD സെക്ഷനിൽ കെട്ടിക്കിടക്കുകയാണ്. 3000-ഓളം തപാൽ DMD സെക്ഷനിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ ഘട്ടത്തിൽ വേണ്ടതുപോലെ ഇടപെടാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഭരണരംഗത്തെ അശാസ്ത്രീയമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ പോലും ചിരപരിചിതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് നേതൃത്വം നൽകുന്നതിൽ വലിയ പതനമുണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ നോക്കിയപ്പോൾ ഈ 2 മാസക്കാലത്തിനിടയിൽ 2583 റവന്യൂ ജീവനക്കാരെയാണ് കേരളത്തിൽ സ്ഥലം മാറ്റിയത്. അതിൽ 559 പേർ വില്ലേജ് ഓഫീസർമാരാണ്. ഞാൻ ജൂൺ മാസത്തിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയത്തിൽ ഈ ഗവൺമെന്റിനോട് സവിനയം അഭ്യർത്ഥിച്ചതാണ്. 2 കാരണങ്ങളാൽ. ഒന്ന്, ജൂൺ മാസത്തിൽ മെയ് മാസത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. 2, ഓഗസ്റ്റ് മാസം വരെയെങ്കിലും മഴയുടെ ആദ്യ ക്വാർട്ടറിൽ ചിരപരിചിതരായ നാടുമായി ബന്ധമുള്ള അതുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ പറ്റുന്ന വില്ലേജ് ഓഫീസർമാരെ ബന്ധപ്പെട്ടവരെ ഒരു കാരണവശാലും സ്ഥലം മാറ്റരുത്. രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ആവശ്യമായിട്ടുള്ള ശത്രുതാ നടപടികൾ എടുക്കണമെങ്കിൽ എടുക്കാം, വിരോധമൊന്നുമില്ല. ആദ്യത്തെ ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത്, പിന്നെ വൈദ്യുത മന്ത്രി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ചില മാറ്റങ്ങളൊക്കെ നടത്തിക്കോട്ടെ. പക്ഷെ ഈ കീ പോയിന്റിലിരുന്ന് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. ഒരു മാസത്തിനിടെ 13 വില്ലേജ് ഓഫീസർമാരടക്കം 117 പേരെയാണ് സ്ഥലം മാറ്റിയത്. അതിൽ 21 പേർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാർ, 41 പേർ വില്ലേജ് അസിസ്റ്റന്റുമാർ, 11 പേർ ഫീൽഡ് അസിസ്റ്റന്റുമാർ. കോട്ടയത്ത് അതിനേക്കാൾ ഭീകരമാണ്. 161 പേരെ സ്ഥലം മാറ്റി. 29 വില്ലേജ് ഓഫീസർമാരും 62 സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരും 54 വില്ലേജ് അസിസ്റ്റന്റുമാരും. ചങ്ങനാശ്ശേരിയും ഉൾപ്പെടെയുള്ള കോട്ടയം, ഇനി ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ആലപ്പുഴ 207 റവന്യൂ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി. 59 വില്ലേജ് ഓഫീസർമാർ, 79 സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാർ, 45 വില്ലേജ് അസിസ്റ്റന്റുമാർ. ഇതൊരു ധാരണയുമില്ലാത്ത പ്രശ്നമാണ്. പണമില്ലാത്തത് കൊണ്ടല്ല, എക്യുപ്മെന്റ് ഇല്ലാത്തത് കൊണ്ടല്ല, ശീലങ്ങളില്ലാത്തത് കൊണ്ടല്ല, ക്യാമ്പ് ഉണ്ടാക്കാനുള്ള നടപടിക്രമങ്ങളോ മാനദണ്ഡങ്ങളോ ഇല്ലാത്തത് കൊണ്ടല്ല. യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നടത്താൻ പറ്റുന്ന ഒരു പ്രക്രിയ അല്ല ഇത്. അതിന് നേതൃത്വപരമായി കോർഡിനേറ്റ് ചെയ്യാൻ ജനപ്രതിനിധികളുണ്ടാകണം. മനുഷ്യ മനസ്സ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ജനപ്രതിനിധികളുണ്ടാകണം. ജനകീയതയുടെ തെളിവ് എപ്പോഴും ലീഡർഷിപ്പാണ്. അനുഭവങ്ങളിലൂടെ അതിന് നേതൃത്വം നൽകുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടാകും. എനിക്ക് വളരെ സങ്കടം തോന്നി. വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ജനപ്രതിനിധി പറയുകയാണ്, ഞാൻ നോക്കിയപ്പോൾ പരാതികളുണ്ടായാൽ പരാതികളെ ഏതെങ്കിലും വിധത്തിലുള്ള അഹങ്കാരം കൊണ്ട് നേരിടാൻ പാടുമോ? അതിന് സ്നേഹം കൊണ്ടും ബന്ധം കൊണ്ടും നമ്മളെത്ര നേരിട്ടതാ ഇതിനെയൊക്കെ. എന്തെല്ലാം അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകും. സോഷ്യൽ മീഡിയയുടെ അഭിപ്രായങ്ങൾ നമ്മളെ വികാരഭരിതരാക്കിയാൽ ഒരു ഗൗരവമായിട്ടുള്ള ഫ്ലഡിനെ നേരിടാൻ വേണ്ടി പറ്റൂ. എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ളൊരു ജനപ്രതിനിധി പറയാണ്, നിങ്ങൾ 2022 ഉണ്ടാക്കിയ ഓറഞ്ച് ബുക്ക് വെച്ച് തന്നെയാണ് ഞങ്ങൾ ഇതിനെ നേരിട്ടത്. 2022 ഓറഞ്ച് ബുക്ക് വെച്ച് ഇതിനെ നേരിടാൻ ഇതല്ല ഇതിനേക്കാൾ അപ്പുറവും നടക്കും. കാരണം ഓറഞ്ച് ബുക്ക് 2026 ജൂൺ 11 പുറത്തിറക്കിയിട്ടുണ്ട്. ഓറഞ്ച് ബുക്ക് ഒരു ഡിക്ഷണറി പോലെയുള്ളൊരു രേഖയല്ല. ഓരോ വർഷവും ആ ഘട്ടത്തിൽ അപകടകരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളെ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലുമുള്ള മുന്നറിയിപ്പുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രത്യേകമായി പഠിച്ച് അപകടകരങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ എന്ന് രേഖപ്പെടുത്തി അതിൽ കൂടുതൽ അപകടമുള്ള സ്ഥലങ്ങൾ ഏത്, മഴ വന്നാൽ ആളമാറ്റേണ്ട ക്യാമ്പുകൾ എവിടെ, ക്യാമ്പുകൾ രൂപീകരിക്കേണ്ടത് എവിടെ, ഇതെല്ലാം കൂടി വർണബിളായിട്ടുള്ള ഹൈലി വർണബിളായിട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ട ഒന്നാണ് ഇത്. ഞാൻ വേറെ തർക്കത്തിന് പോകുകയല്ല.
ഇതിനേക്കാൾ വലിയ മില്ലിമീറ്ററിൽ മഴ പെയ്തിട്ടില്ല. ഇപ്പം എത്രയാ? 360 mm. 500 മില്ലിമീറ്ററിലധികം മഴ ഒരേ ദിവസം 4-5 മണിക്കൂർ നിന്ന് പെയ്തതല്ലേ ചൂരൽമലയിൽ. മാർട്ടിൻ്റെ കുടുംബവും ആകെ പ്ലാപ്പുള്ളിയിൽ മരിച്ചുപോയ 6 ബോഡികൾ ഞാൻ എടുത്തതാണ്. കൊക്കയാറും കൂട്ടിക്കലും 21 മനുഷ്യരുടെ മരണം അന്നുണ്ടായി. മരണത്തിൻ്റെ എണ്ണത്തെക്കുറിച്ചല്ല, അതിൻ്റെ ഭീകരതയെക്കുറിച്ചല്ല. അത് നേരിടാൻ ഏറ്റവും വിനയത്തോടെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള ഇടപെടലാണ് ഏറ്റവും ആവശ്യം. 2018 മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നോ എന്നൊരു ചോദ്യം ഇപ്പോൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? 2018 മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് കഴിച്ചത് എന്തൊക്കെയാണെന്ന് സംശയമുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചാൽ മതി. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അവർ രണ്ടുപേരും റവന്യൂ മന്ത്രി, 3 പേരും ഒരുമിച്ചാണ് കേരളത്തിലെ ഈ ദുരന്ത മേഖലകളിലെല്ലാം പ്രത്യേക ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത്. അവർക്ക് 3 പേരോടും ചോദിച്ചാൽ നന്നായിട്ടറിയാം. നിരാഹാരമായിരുന്നോ, ഉണ്ണാവൃതമായിരുന്നോ, ഊണ് കഴിച്ചോ, വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇങ്ങനെയല്ല അതിനെ നേരിടേണ്ടത്. തികഞ്ഞ വിനയത്തോടെ, തുറന്ന മനസ്സോടെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ദുരന്ത നിവാരണ പ്രക്രിയ സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയാണ്. ഏതെങ്കിലും വിധത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ നൽകി ആ പ്രശ്നങ്ങളിൽ വഷളാക്കാൻ വേണ്ടി ആരും തയ്യാറാകരുത്. ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇതുകൂടി സൂചിപ്പിച്ചതാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. നമുക്ക് നെതർലാൻഡിൽ പോയി പഠിച്ചത് തെറ്റാണെന്ന് ഇപ്പോൾ വേണമെങ്കിൽ വാദിക്കാം, എനിക്ക് തർക്കമില്ല. പക്ഷേ അന്ന് നാം നടത്താൻ വേണ്ടി ശ്രമിച്ചത് പുഴയ്ക്ക് ജലത്തിന് സുഗമമായി ഒഴുകാനുള്ള വഴിയെക്കുറിച്ചാണ്. അത് നെതർലാൻഡിൽ നടപ്പിലാക്കിയതുപോലെ ആകില്ല കേരളത്തിൽ നടപ്പിലാക്കിയത്. കേരളത്തിൽ അന്ന് പോയി നടപ്പിലാക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പലയിടത്തും ഒഴുകി വന്ന പുഴയ്ക്ക് കടലിൽ പോകാനുള്ള അനുഭവം ഉണ്ടാക്കി കൊടുത്തത്. കക്കി ഡാം തുറന്നാൽ ആ ഡാമിൻ്റെ അറ്റം വരെ എവിടെയാണ്? ആലപ്പുഴയിലൂടെ പോകുന്ന കടലിലാണ്. അത് വരേണ്ടത് കക്കിയിൽ നിന്ന് പൂന്തേനരുവിയിലൂടെ നമ്മുടെ തിരുവല്ലയിൽ വന്ന് നേരെ കുട്ടനാട് കയറി വേണം നമ്മുടെ തോട്ടപ്പള്ളിയിലെ പുതിയ വേയിലൂടെ പുറത്തേക്ക് കിടക്കാൻ. എങ്ങനെയാണ് പുഴയ്ക്ക് ഒഴുകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് ആധികാരികമായി പഠിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഈ ദുരന്തത്തെ നേരിടുമ്പോൾ അന്ന് പോയിട്ട് എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ല മറുപടി അത് കുറച്ചുകൂടി ജനകീയമായ അവസരത്തിൽ നിന്ന് പഠിക്കലാണ്. ഇനി പുതിയതായി പോകുന്നവർ നെതർലാൻഡിൽ പോകണ്ട. കാരണം അവിടെ ഉണ്ടാകുന്ന ഈ പദ്ധതി പഠിച്ച് കേരളത്തിൽ അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ആ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കുട്ടനാടിൽ ഈ കാണുന്ന ഫ്ലഡ് ഇല്ലാത്തത് ആ വെള്ളം ഒഴുകി പോകാനുള്ളൊരു വടി കണ്ടുപിടിച്ച് അത് തുറക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ധാരാളമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഉറപ്പായിട്ടുമല്ല, നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്നും പഠിച്ചും പാഠങ്ങൾ ഉൾക്കൊണ്ടും ആ വിധത്തിലുള്ള പ്രയാസം ഇല്ലാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരു കാലത്തും കാണാത്ത വിധത്തിലുള്ള ന്യൂനമർദ്ദ പാത്തിയും ഒരു കാലത്തും കാണാത്ത വിധത്തിലുള്ള പുതിയ പ്രതിഭാസങ്ങളും കേരളത്തിൽ തുടർച്ചയായിട്ടുണ്ടാകുന്നു. ആ പ്രതിഭാസങ്ങൾ കേവലം 2030 ഏത് പ്രതിഭാസം ഉണ്ടാകും എന്ന് ഇപ്പോൾ പഠിക്കാനും നിർവചിക്കാനും കഴിയുന്നില്ല. അത് പുതിയ കാലത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ചും കാലത്തിൻ്റെ പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ചും വരും. ആ മാറ്റങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ സൃഷ്ടിയാണെന്നുള്ള അഭിപ്രായമേ ഇല്ല. വിവരം കിട്ടി 2 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ സൈറൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ താഴത്തേക്ക് കൊടുത്തതിനെ കുറിച്ചും അല്ല തർക്കം നമുക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടതല്ല. പക്ഷേ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായാൽ സംശയം പറയുന്നവരെ ശത്രുക്കളായി കാണാതെ അതിനെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ കാര്യമെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ ചൂരൽമലയിലൊക്കെ ഞങ്ങൾ എന്തെല്ലാം അഭിപ്രായം പറയേണ്ടി വന്നതിനെ കൊടുക്കാത്ത ബ്രെഡ് പൂത്തതിൻ്റെ കഥ കേട്ടവരല്ലേ ഞങ്ങൾ. ഒക്കെ സാധാരണ ആളുകൾ പറയും, ഉത്തരവാദിത്തപ്പെട്ടവർ വരാന്ന് പറയും. പുഴയിലെ മണൽവാരലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രക്രിയകൾ തടസ്സപ്പെട്ടത് ഹരിത ട്രിബ്യൂണലിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഹരിത ട്രിബ്യൂണൽ പ്രത്യേകമായ അക്രഡിറ്റേഷനുള്ള കമ്പനിയെ കൊണ്ട് ഓരോ പുഴയിലെയും മണലിൻ്റെ അളവും ഖനനം ചെയ്യാൻ വരുന്ന സമയവും അതിൻ്റെ വിശദാംശങ്ങളും സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. 14 ജില്ലകളിലും ILDMന്റെ നേതൃത്വത്തിൽ ആ നടപടികൾ പൂർത്തീകരിച്ചു. 11 ജില്ലകളിൽ വിവിധ നദികളിൽ അത് വാരാനുള്ള അനുവാദവും ഇപ്പോൾ തയ്യാറായി. കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള SOP നമ്മൾ തയ്യാറാക്കി. അത് ഈ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോവുകയാണെന്ന് ബഹുമാനപ്പെട്ട പുതിയ റവന്യൂ വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുഴയിൽ നിന്ന് മണൽ വാരൽ കുറച്ച് എളുപ്പമായിരിക്കും. കാരണം അതിനുള്ള പ്രത്യേക പഠനം നടത്തി എല്ലായിടത്തും അതിൻ്റെ DSR റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. സർക്കാരിന് അനുവാദം കൊടുത്തു. 11 ജില്ലകളിൽ അത് സാധ്യമാകാനുള്ള നടപടികൾ കൊണ്ടുവന്നു. ചില നദികൾ എക്സെപ്റ്റായി, ബാക്കിയുള്ളിടത്ത് അത് വാരാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാമുകളിലെയും ഒന്ന് പരീക്ഷണം നടത്തിയാൽ പറ്റാവുന്നതാണ്. അത് വളരെ പോസിറ്റീവായി നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമാണ്.
അല്ല, ഈ മണൽവാരൽ കടവു കമ്മിറ്റികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയാൽ അതൊരു ജനാധിപത്യമായ ജനകീയമായിട്ടുള്ള പ്രക്രിയ അത് വളരെ സുതാര്യമായിരിക്കും. അതല്ലാതെ നേരിട്ട് ഖനനം ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നാൽ അത് വലിയ മണൽ കൊള്ളയ്ക്ക് അവസരം ഉണ്ടാകും. അതുകൊണ്ട് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അംഗീകാരം അനുസരിച്ചിട്ടുള്ള കടവ് കമ്മിറ്റികളിലൂടെ മണൽ മാറ്റുക എന്ന സംവിധാനത്തിന് ഇപ്പം പറ്റും. മറ്റത് വലിയ ഖനനത്തിലേക്ക് കടന്നാൽ, വ്യവസായ വകുപ്പിനെ ഏൽപ്പിച്ച ഖനനത്തിലേക്ക് കടന്നാൽ അത് അപകടകരമായ പ്രക്രിയയാവും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ല, അത് അങ്ങനെ വിവാദമാകേണ്ട ഒരു പ്രശ്നത്തിലല്ലായിരുന്നത്. സ്വാഭാവികമായിട്ടും PSCയിൽ സെക്രട്ടറിമാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ട്, കാരണം നേരത്തെ ചെലവഴിച്ച അക്കൗണ്ടുകളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അതിന് കേവലം അസിസ്റ്റന്റുകളെ ഏൽപ്പിച്ചു വിട്ടാൽ പോരാ. അത് തന്നെയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പൊതുധാരണയായിരുന്നത്. 3 വകുപ്പുകളുടെ സെക്രട്ടറിമാരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് അവരോട് തൽക്കാലം സെക്രട്ടറിമാർ കൂടി വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്നു. 2 വകുപ്പുകളുടെ സെക്രട്ടറിമാർ വന്നു. അത് പിന്നെ ഇന്ന് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങളുടെ തിരക്ക് മൂലമാണ് എന്നാണ് പറഞ്ഞത്. ഒരു സെക്രട്ടറി വന്നില്ല, അതുകൊണ്ട് ആ വിഷയം മാറ്റിവെച്ചു. അത് പിന്നീട് എടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ഒരു കാര്യം നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ധനകാര്യം കൈകാര്യം ചെയ്യുന്നതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്നുള്ളത് കൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും ചർച്ചയ്ക്ക് വിളിച്ചാൽ നിർബന്ധമായിട്ടും ആ ഡിപ്പാർട്ട്മെന്റുകളുടെ സെക്രട്ടറിമാർ വരണം. അത് ചീഫ് സെക്രട്ടറി അറിയിക്കാൻ തന്നെയാണ് PSC തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 1 വീതം 3 നേരം വിസ്മയങ്ങളാണ് കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിസ്മയങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ എത്തട്ടെ, എന്നിട്ട് പ്രതികരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓരോ വിസ്മയങ്ങൾ പ്രഖ്യാപിക്കുകയും ആ വിസ്മയങ്ങൾക്ക് അനുരോധമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ വിസ്മയങ്ങളിൽ പങ്കാളികളായവർ അപമാനിക്കുകയും പിന്നെ വിസ്മയങ്ങൾ നടപ്പിലാക്കാതിരിക്കുകയും പകരം പുതിയ വിസ്മയം വരികയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ തുടർച്ചയായി. ഇപ്പം എല്ലാ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഉൾപ്പെടെ വന്ന് അവരവരുടെ വകുപ്പുകളിലെ വിസ്മയങ്ങൾ ആകെ കൂടി പ്രഖ്യാപിച്ചതിന് ശേഷം വിസ്മയത്തെക്കുറിച്ച് ഒരു കോൺക്ലേവോ ചർച്ചയോ അഭിപ്രായ പ്രകടനമൊക്കെ നടത്താം. ഇപ്പോൾ ഓരോന്നിനെ കുറിച്ചും പറഞ്ഞാൽ ശരിയാകുമെന്ന് കരുതുന്നില്ല. ഡിജിറ്റൽ റീസർവേ ഈ തിരക്കിനിടയിൽ വിട്ടുപോകരുത്. അത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കേരളത്തിലെ ഭൂമാഫിയയ്ക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരവസരവും അനുവദിക്കാൻ പറ്റില്ല. പണം കിട്ടാനാണെങ്കിൽ പണം കിട്ടാൻ മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ ഡിജിറ്റൽ റീസർവേ തുടങ്ങും.